നമുക്കറിയാം ഇന്ന് നമ്മുടെ അധികാര കേന്ദ്രം ഏതാ? അതിന്റെ പേരെന്താ? എളുപ്പമാട്ടെ, നമ്മൾ പോയിന്റ് എത്തണം. അധികാര കേന്ദ്രത്തിന്റെ പേരെന്താ? ഞാൻ അധികാര കേന്ദ്രത്തിന്റെ പേരാ ചോദിച്ചത്. നമ്മുടെ കേരളത്തിന്റെ അധികാര കേന്ദ്രം ഏതാ? സെക്രട്ടേറിയറ്റോ? അതവിടെ കെട്ടണോ? അത് ഇങ്ങനെ പോയാൽ നിങ്ങൾ തന്നെ പറ, കേസ് വേണോ വേണ്ടായിരുന്നു. അതിനാണല്ലോ ഇവിടെ വന്നതല്ലേ? അല്ല, ദി അതോറിറ്റി ഓഫ് എ സ്റ്റേറ്റ് ഈസ് ദ ഗവൺമെന്റ്. ഒക്കെ മനസ്സിൽ ഉദ്ദേശിച്ചു, പക്ഷെ സ്റ്റേറ്റ് വന്നില്ല അങ്ങോട്ട്. ഗവൺമെന്റ് ആണ്, ബോധോദയം ആയില്ല. ഗവൺമെന്റ്. ആ ഗവൺമെന്റ് എത്ര സ്ട്രക്ചർ ഉണ്ട്? കണക്കിന് ഞാൻ പോയാൽ ഉറക്കം പറ. 3 structures: legislature, executive, judiciary. What is the legislature? Law making. എങ്ങനെ? നമ്മൾ ഉത്തരം കൊടുക്കുമ്പം പിന്നെ ചോദ്യം ചോദിക്കാൻ ഇടവരുത്തരുത്. ലെജിസ്ലേച്ചർ ജോലി ലോ മേക്കിംഗ് എന്ന് പറഞ്ഞു. എങ്ങനെ ലോ മേക്ക് ചെയ്യുന്നേ? ആരെ ലോ മേക്ക് ചെയ്യാൻ സഹായിക്കുന്നത്? നമ്മളവിടെ പോകുന്നുണ്ടോ? പിന്നെ MLAs. അപ്പൊ നമുക്ക് എന്ത് പറയാം? ലെജിസ്ലേച്ചർ ഈസ് ദ ബോഡി ത്രൂ വിച്ച് the will of the people are formulated with the help of our elected representatives called MLAs. നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന നിയമസാമാജികരുടെ അഭിപ്രായങ്ങൾ നിയമനിർമ്മാണ സഭയിൽ ക്രോഡീകരിച്ച് ഭൂരിപക്ഷ പ്രകാരം ഒരു നിയമം ഉണ്ടാവുന്നല്ലേ? That is law. So law is what? The formulated will of the people through the agency ആണ്. ഗ്രീക്കിൽ പണ്ട് ജനങ്ങൾ നേരിട്ടായിരുന്നു. അതുകൊണ്ടെന്ന് പറഞ്ഞിരുന്നേ മോബോക്രസി, ജനം മൊത്തം. പിന്നെ അത് പറ്റാതെ വന്നപ്പോൾ ഡെമോക്രസിയായി. പിന്നെ അതിനെ അടിച്ചു പിടിച്ച് ഒലിഗാർക്കി, അരിസ്റ്റോക്രസി, മൊണാർക്കി, ഡിക്റ്റേറ്റർഷിപ്പ് ഇങ്ങനെ വന്നു. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് എന്താ? Executive is the body through which the will of the people is implemented or executed. Judiciary, the body to interpret the doubts in the law created by the legislature impartially. അപ്പൊ അത് മൂന്നായി ഇരുന്നെങ്കിലേ നമുക്ക് ഇഷ്ടമുള്ളൂ. ഇത് മൂന്നും ഒരാളുടെ ഇരുന്നാലോ നമുക്ക് ഒരു അങ്ങാട് ഇഷ്ടപ്രകാരം ചെയ്യുമെന്ന് പറയും അല്ലേ? ഇതാണ് മോണ്ടസ്ക്യൂ പറഞ്ഞത്. മോണ്ടസ്ക്യൂ ഈസ് ദ ഫാദർ ഓഫ് സെപ്പറേഷൻ ഓഫ് പവർ തിയറി. ആ സെപ്പറേഷൻ ഓഫ് പവർ തിയറിയുടെ ഭാഗം ഇന്ത്യയിൽ ആദ്യമായി കൊണ്ടുവന്ന ബ്രിട്ടീഷ് ഓഫീസർ ആരാണ്? ലോർഡ് കോൺവാലിസ്. കോൺവാലിസ് സെപ്പറേറ്റഡ് ദ ജുഡീഷ്യൽ അതോറിറ്റി ഓഫ് ദ ഡിസ്ട്രിക്ട് കളക്ടർ ആൻഡ് മെയ്ഡ് ഡിസ്ട്രിക്ട് കളക്ടർ ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ with the status of a first class magistrate. കോൺവാലിസിന്റെ കാലം മുതൽ താണ്ട് ഈ നിമിഷം വരെ ജില്ലാ കളക്ടർ ആരാണ്? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദ ഡിസ്ട്രിക്റ്റ് ആണ്. with the status of a first class magistrate, he is not a judicial authority. വിസ്തരിക്കാനുള്ള അവകാശമില്ല. പണ്ടതുണ്ടായിരുന്നു, അത് മാറ്റി. അത് കോൺവാലിസാണ്. ഇങ്ങനെ നമ്മളൊന്ന് പഠിച്ച് ഹിസ്റ്ററി പഠിക്കും. ദയവ് ചെയ്ത് കേരള ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഒന്നും നിൽക്കാതെ ഈസ് എ പെൻഡുലമാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് എളുപ്പം കുറച്ചുകൂടെ കോപ്പി ചെയ്ത് പോകാൻ പറ്റും. അപ്പം ഇത്രയും ഞാൻ പറഞ്ഞ എല്ലാ ഐറ്റമിലും മനസ്സിലാവുന്നുണ്ടല്ലോ. ഓരോന്നും പ്രത്യേകം കൊടുക്കുക. അതുപോലെ തന്നെ വോൾട്ടയർ can be treated as the first modern man who criticized the authority of the church and insisted that all organs inside a state, including the religious authority, are amenable to the state. മതാധികാരിയായാലും ശരി, ഏത് അധികാരിയായാലും ശരി,
ഒരു രാജ്യത്തിനകത്താണെങ്കിൽ ആ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് അമനബിൾ ആണ്, കീഴ്പ്പെടേണ്ടവനാണ് ആര്? ഏതധികാരിയും. That means Voltaire very clearly declared that religion is subordinate to what? State. Political party അല്ല പറഞ്ഞത്, സ്റ്റേറ്റ് ഓർ ദ ഗവൺമെന്റ്. ക്രിസ്ത്യാനിറ്റി പറയുവാണെങ്കിൽ ക്രൈസ്റ്റ് ഇതാന്ന് മണ്ടേ പറഞ്ഞതാ. Those things which are Caesar to Caesar, give to Caesar, and of God, give to God. ദൈവത്തിനുള്ള ദൈവത്തിനും മനുഷ്യന് കൊടുക്കേണ്ടത് മനുഷ്യൻ കൊടുക്കണം. പള്ളിക്കുള്ള ടാക്സ് കൊടുക്കണമെങ്കിൽ പള്ളി കൊടുക്കണം. ഗവൺമെന്റ് ഇന്ന കാര്യം ചെയ്താൽ ആ റോഡ് കൂടുതൽ വീതി കൂട്ടണമെങ്കിൽ പള്ളിയുടെ സൈഡ് പൊളിക്കണമെങ്കിൽ പൊളിക്കണം. ക്ലിയർ ആകുന്നോ? അപ്പൊ ഇങ്ങനൊരു ചിന്താഗതി, പുതിയ അന്ന് വരെ ഇല്ലാത്ത ചിന്താഗതി കൊണ്ടുവന്നവരാണ് ഈ 3 പേര്. ദ ടൈം റേസ് ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. അതവിടെ നടപ്പിലാക്കിയില്ലയോ? രാജാവ് എതിർത്തു, പക്ഷെ കൊന്നവരെ ഇല്ല. അവര് കുറച്ചുകൂടെ ബോധമുള്ള രാജാക്കന്മാരായിരുന്നു. അതുകൊണ്ടാണ് എൻലൈറ്റൻ റൂൾ എന്ന് പറഞ്ഞത്. ഇതുപോലെ പീറ്റർ ദ ഗ്രേറ്റ് ഓഫ് റഷ്യ, ഹെൻറി VIII ഓഫ് ഇംഗ്ലണ്ട്, മറിയ തെരേസ ഓഫ് ഓസ്ട്രിയ, ഫ്രെഡറിക് ഓഫ് പ്രഷ്യ, all these rulers combinedly known as enlightened rulers. നമ്മളീ പറയുന്ന 1780 മുതൽ ഉള്ള കാര്യമാണെന്ന് ഓർത്തണം. ഇത്രയും മനസ്സിലായല്ലോ. നേരെ നമ്മൾ കേരളത്തിൽ വന്നു. From the period of establishment of the British rule in India, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂള് അല്ലെ ബ്രിട്ടീഷ് റൂളിനെ നമ്മൾ എങ്ങനെ തിരിക്കാം? എളുപ്പമുണ്ട്. ഫസ്റ്റ് ബ്രിട്ടീഷ് റൂൾ ഏതാ? The first British rule in India. അതെ, ആര് ആ പീരീഡിന് വേറൊരു പേരുണ്ടല്ലോ. ഇംഗ്ലണ്ടിൽ നിന്ന് ഇന്ത്യയിൽ എന്തിനു വന്നവരാണ്? കച്ചവടത്തിന് വേണ്ടി മാത്രം, കുരുമുളക് ഏലക്ക വാങ്ങിക്കാൻ വേണ്ടി വന്നവരാണ്. അവരെല്ലാം കൂടെ ചേർന്ന് 1600 ഇംഗ്ലണ്ടിൽ എലിസബത്ത് രാജ്ഞിയുടെ കാലത്ത് ഒരു കമ്പനി ഫോം ചെയ്തു, ടു ട്രേഡ് വിത്ത് ഈസ്റ്റ്. ദാറ്റ് ഈസ് കാൾഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ആദ്യം അതിന് പേരില്ലായിരുന്നു. ആ കമ്പനി ഫോം ചെയ്ത് മുൻപ് നിന്നയാള് എഡ്വേർഡ് ജോൺ എന്നയാളാണ്. അതുകൊണ്ട് ആ കാലത്ത് കമ്പനിയുടെ പേരെന്തായിരുന്നു? ജോൺ കമ്പനി എന്ന് നിങ്ങൾ ബുക്ക് വായിച്ചാലും കാണും. പിന്നീടാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായി മാറുന്നത്. അപ്പൊ ആ കമ്പനി ഷെയർ ഹോൾഡേഴ്സിന്റെ കമ്പനിയായിരുന്നു. എങ്ങനെയാണ് ഷെയർ ഹോൾഡർ? കൊമേഴ്സുകാരുണ്ടല്ലോ, ഷെയർ ഏതൊക്കെ ടൈപ്പ് ഉണ്ട്? ഒരു ഷെയർ ആരുമായിട്ടില്ലേ? പബ്ലിക് ആൻഡ് പ്രൈവറ്റ്. അത് വീണ്ടും എത്ര തിരിക്കാം? ഇതർ ദ പബ്ലിക് ഓർ ദ പ്രൈവറ്റ്? വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് ദ ഷെയർ? നമ്മൾ ഇത്രയും പേരുണ്ട്, 100 രൂപ വീതം ഷെയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയുന്നേ? ഈക്വൽ ഷെയറിംഗ് ആണ് അല്ലേ? അതല്ലാതെ ഡിഫറൻറ്റ് 100, 200, 1000, 10000 എടുക്കുകയാണെങ്കിൽ ഡിഫറൻഷ്യൽ ട്രേഡേഴ്സ് ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് എ ഡിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സ് ട്രേഡ് ഓർഗനൈസേഷൻ monopolized to trade with India from 1600 after the sanction from Elizabeth, first of the last ruler of the Tudor dynasty, based on Charter Act system. അതാണ് ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ചാർട്ടർ ആക്ട്? പറഞ്ഞു ഉറക്കപ്പെടാം. ഓരോ വർഷം മാറുമോ? 20 വർഷം കൂടുമ്പോഴോ? തീർച്ചയാണോ? അല്ലെങ്കിലും 1600 ഉണ്ടാക്കിയ ചാർട്ടർ ആക്ട്. ചാർട്ടർ ആക്ടിന്റെ കാര്യം ചാർട്ടേഡ് അക്കൗണ്ടന്റ് അറിയാമല്ലോ അല്ലേ? ആരാ ചാർട്ടേഡ് അക്കൗണ്ടന്റ്? ആരുടെ ജോലി എന്താ? അക്കൗണ്ട് കാര്യങ്ങൾ നോക്കുകയാണ്. ആരുടെ? ഓരോ പേഴ്സൺസിന്റെ അല്ലെങ്കിൽ ഫേംസിന്റെ. എങ്ങനെ നോക്കും? സ്ഥിരമായിട്ട് അയാൾ ചാവുന്നിടം വരെയാണോ? അല്ല, ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലാണ് അയാൾ ആ കമ്പനിക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്നത്. ആ ടൈം വരെ അയാൾ അത് നോക്കും. ഇതാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അപ്പോൾ ചാർട്ടർ മീൻസ് വാട്ട്?
an act for a stipulated period of time with the provision for a extension or a extinction. ഒരു പ്രത്യേക കാലാവധിയിലേക്ക് വേണ്ടി നൽകപ്പെടുന്നതും വേണ്ടി വന്നാൽ അത് നീട്ടിക്കൊടുക്കാവുന്നതോ അല്ലെങ്കിൽ മടക്കി വെക്കാവുന്നതോ ആയ ഒരു വ്യവസ്ഥയ്ക്ക് എന്ത് പറയാം? ചാർട്ടർ ആക്ട്. അങ്ങനെ 1600 ചാർട്ടർ ആക്ട് ഉണ്ടാക്കി. That act was implemented for a period of 15 years, 15. But that later fluctuated into 12 years. Then in 1792, stipulated for 20 years. പ്രത്യേകിച്ച് ഓർത്തോണം, 20-year പീരീഡ് ചാർട്ടർ ആക്ട് എന്ന് പോലെ വന്നു 1792. അടുത്ത 20 എത്ര ആവും? 1812. ആക്ട് എന്ന് വരും 1813 ചാർട്ടർ ആക്ട്. അത് കഴിഞ്ഞ് 1833 ചാർട്ടർ ആക്ട്. അത് കഴിഞ്ഞ് 1853 ആക്ട്. അത് കഴിഞ്ഞ് ചാർട്ടർ ആക്ട് ഇല്ല. കാര്യം എന്താ? കമ്പനി ഇല്ല. ഇറ്റ് വാസ് ഫോർ ദ കമ്പനിയാണ്. ഇപ്പൊ ലാസ്റ്റ് ചാർട്ടർ ആക്ട് 1853, ഫസ്റ്റ് ചാർട്ടർ ആക്ട് 1600. The Charter Act which stipulated 20-year period is 1792 Charter Act. Yes. ക്ലിയർ ആവുന്നല്ലോ. പിന്നെ നിങ്ങൾ ദയവ് ചെയ്ത് ആരെങ്കിലും മനസ്സിലാക്കി പോകും. നമുക്ക് സമയമില്ല. ഞാനിപ്പോൾ എൻ്റെ ടൈം ഇതിനകത്ത് എടുത്തതാണ്. ബട്ട് എനിക്ക് ഇതിന് ഫ്ലോ എന്ന് പോകണം. യെസ്. സോ ദാറ്റ് അപ്പം നമ്മളിവിടെ പറഞ്ഞത് കമ്പനി ഇവിടെ വന്നു. ആ കമ്പനി ഇന്ത്യയിൽ വരുന്ന സമയത്ത് തന്നെ ഏതാണ്ട് 50 കൊല്ലത്തെ വ്യത്യാസത്തിനിടയ്ക്കാണ് ഫ്രഞ്ചുകാർ വരുന്നത്. അതിന് മുൻപ് ഇവിടെ 2 പേര് വന്നിരുന്നു, പോർച്ചുഗീസ് ആൻഡ് ഡച്ച്. ഏതാണ്ട് 1700 മുതൽ യൂറോപ്യൻ മൂവ്മെന്റ് വാസ് ദെയർ ഇൻ ത്രൂ ഔട്ട് ഇന്ത്യ ആൻഡ് particularly where? Kerala. The first European, the Portuguese arrived first where? In Kappad in Calicut. The turning point of the Dutch life was where? Battle of Colachel during the time of Marthandavarma. In impact എന്താണ്? ഇതാണ് നമ്മുടെ ചോദ്യം ആദ്യം വരുന്നത്. യൂറോപ്യൻ ഇൻഫ്ലുവൻസിന്റെ ഫസ്റ്റ് ഇമ്പാക്ട് എന്താണ്? പോർച്ചുഗീസ് അറൈവൽ. അതിന്റെ ഫലം എന്തായിരുന്നു? ഇമ്പാക്ട് ഏതൊക്കെയാ? നമ്മൾ പോർച്ചുഗീസാണ് എന്താ വിളിക്കുന്നേ? പറങ്കി. എന്തിനാ അങ്ങനെ വിളിക്കുന്നേ? പറങ്കി മാങ്ങ കൊണ്ടുവന്നുകൊണ്ട് പറങ്കി എന്ന് വിളിച്ചു. അപ്പം വേറെ മാങ്ങ കൊണ്ടുവന്ന് എന്ന് വിളിച്ചേനെ. അവൻ വേറെ മാങ്ങ കൊണ്ടുവന്നു. അതിന്റെ പേരെന്താ? അൽഫോൻസ മാങ്ങ. കണ്ണന്താനത്തിന്റെ അല്ല ഇത്. അവര് കൊണ്ടുവന്ന മാങ്ങയാണ്. അതുകൊണ്ടാണ് അൽഫോൻസ മാങ്ങ എന്ന് പേര് കിട്ടുന്നത്. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ കേരള ബൈ ദ പോർച്ചുഗീസ് ആണ്. അവർ വരുന്ന വഴിക്ക് അവിടെ നിന്ന് കിട്ടിയ മാങ്ങ കൊണ്ടുവിട്ടു. അത് ഫ്രാൻസിസ് ദേ അൽഫോൻസ അതിന്റെ കാലത്താണ് ഈ മാങ്ങാണ്ടി വളർന്നു വന്നത്. അതുകൊണ്ട് അങ്ങയുടെ പേരിട്ട് മാങ്ങായിക്കും. ഇത് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പൂപ്പൻ്റെ പേരിൽ ഒരു തെങ്ങിൻ തൈ വെച്ചു. അത് നല്ലൊരു കായ്ക്കുവാണെങ്കിൽ അപ്പൂപ്പൻ്റെ ആയ കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് പറയും നമ്മൾ. ആവശ്യം പോലെ കായ്ക്കുന്നുണ്ട്. ഈ പേരിൽ നമ്മളുണ്ട് മെമ്മോറിയലായിട്ട്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഇൻ ദ ഫീൽഡ് ഓഫ് ആർട്ടാണ്. ആർട്ടാണ്. ലോകത്തിലെ ഏറ്റവും കോസ്മെറ്റിക് ചെലവുള്ള ഒരു ആർട്ട് ഫോം ഏതാ? സ്റ്റേജ് ആർട്ട് ഏതാ? കഥകളി. ആൻഡ് ദാറ്റ് കഥകളി intended for what? കഥയുടെ ഉദ്ദേശം എന്തായിരുന്നു? ആരെയും ഉറക്കാതെ രാത്രി ഇരുത്തുക. പറ. ഭരണാധികാരികൾക്ക് ഉറങ്ങാതിരിക്കാനാ? വേറെ എന്തെല്ലാം മാർഗമാണ് സ്നേഹിത നമ്മളായിട്ട് കഷ്ടപ്പെട്ടു. എന്തായിരുന്നു മാർഗം? കഥകളി aimed at the propagation of Hindu ideology, particularly based on epics, രാമായണ ആൻഡ് മഹാഭാരത. ആ കഥകളാണ് കഥകളിയിലെ തീംസ്. അത് പെർഫോം ചെയ്തിരുന്നത് നൈറ്റ്, ഡ്യൂറിങ് ദ നൈറ്റ് പീരീഡ് ആണ്. ഇൻ ടോട്ടോ ആണ്. അപ്പൊ അവിടെ ഇരിക്കുന്ന ജനങ്ങൾ ഉണർന്നിരിക്കണം. അതിനെന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് അടിയില്ലേ?
അപ്പനാണോ എന്ത് പറയാതെ കീചകവധം അവരെന്നെ അതിന്റെ പ്രത്യേകത എന്താ എളുപ്പം ഒന്ന് പറയാം. കേരള ഹിസ്റ്ററി പഠിക്കുന്നത് ഞാൻ മാത്രമല്ല, നിങ്ങൾ കൂടെ ചേർന്ന് പഠിച്ചാലേ പഠിക്കാൻ പറ്റത്തുള്ളൂ. എഴുതേണ്ടത് നിങ്ങളാ, ഇപ്പൊ കൂടുതൽ പറയേണ്ടത് നിങ്ങളാ. ഇതും പറ. കഥകളുടെ പ്രത്യേകത എന്താ? വേഷപ്രാധാന്യമുണ്ട്, സമ്മതിച്ചു. 1. 2 നാട്യകലയാണ്, സമ്മതിച്ചു. പിന്നെ എക്സെട്ര അല്ലേ, ബാക്കിയെല്ലാം. ഈ നാട്യകലയുടെ പ്രത്യേകത എന്താ? The actor will never talk. He will convey the ideas through gestures. കഥകളി എന്ന് പറയുന്നതിന്റെ ഗസ്റ്റർ എപ്പോഴും ഓർക്കുക. നോ ടോക്ക്, സിംബൽസ്. കഥകളി കാണാൻ പോയിരിക്കണമെങ്കിൽ ആദ്യമേ ഇങ്ങനെ വിരൽ വെച്ചാൽ എന്താണെന്ന് അറിയണം, ഇങ്ങനെ വിരൽ വെച്ചാൽ എന്താണെന്ന് അറിയണം. അല്ല അവിടെ പോയിരുന്നിട്ട് കൊള്ളാം. ചിലപ്പം കഥകളിക്കാരൻ നമ്മളെ നോക്കി എന്തെങ്കിലും വേല കാണിച്ചായിരിക്കും, പറയും കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആ സിമ്പിൾ അറിയണം. 3-ാമത്തെ പ്രത്യേകത, ഇറ്റ് വാസ് ഡൺ ബൈ ദ മെയിൽ എലോൺ. നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്ത് കണ്ണൂർ പ്രദേശങ്ങളിലെ 2-3 സ്ത്രീകൾ കഥകളിയുടെ വേഷം കെട്ടി ആടി. ദാറ്റ് ഈസ് ടു പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് male dominancy in politics and all walks of life. അത് ഓർത്തിരിക്കുകയാണ്. അത് നാടകങ്ങള് ആണുങ്ങളാണ് പെൺവേഷം കെട്ടിയിരുന്നത്. പക്ഷെ അത് 18-ാം നൂറ്റാണ്ടോട് കൂടി പെണ്ണുങ്ങൾ പെൺവേഷം കെട്ടുകയും പെണ്ണുങ്ങൾ ആൺവേഷം കെട്ടുകയും ചെയ്തു. ഏറ്റവും നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ഇപ്പം ജീവിച്ചിരിക്കുന്നത് KPAC ലളിത, അടുത്ത കാലത്ത് മരിച്ചു. ഇതൊക്കെ നമുക്ക് വുമൺ എംപവർമെന്റ് ഇൻ കേരള ഹിസ്റ്ററിക്കകത്ത് വരുന്നതാണ്. അവരെന്നെ ഡ്രസ്. ഇപ്പൊ ആദ്യം ഞാൻ പറഞ്ഞ കഥകളി. ഈ കഥകളി പഠിച്ചിട്ട് പോർച്ചുഗീസുകാരന് മനസ്സിലായി അവന്റെ മതം ഏതാ? ക്രിസ്തുമതമാണ്. ഏത് ക്രിസ്തുമതം? ക്രിസ്തുമതം ഇനിയും പറഞ്ഞ കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇവിടുന്ന് സെക്രട്ടറിയേറ്റിന് ഇറങ്ങി പുറകോട്ട് കണ്ടോൺമെന്റ് സ്റ്റേഷൻ അവിടെ ചെല്ലുമ്പോൾ ഒരു പള്ളിയുണ്ട്. അത് യാക്കോക്കാരുടെ ഒരു ഗ്രൂപ്പിന്റെ പള്ളിയാണ്. അവിടെ മറു ഗ്രൂപ്പ് ചെയ്താൽ അടി പറ്റും. അത് കഴിഞ്ഞ് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ട് ഒരു യാക്കോ പള്ളിയുണ്ട്, അത് വേറെ ഗ്രൂപ്പിൻ്റെയാണ്. അത് കഴിഞ്ഞ് വലിയ പാളയം പള്ളിയുണ്ട്, അത് ആരുടെയാണ്? ലാറ്റിൻ ക്രിസ്ത്യൻസിൻ്റെയാണ്. ആ പള്ളി മറക്കാതിരിക്കുക. ആ പള്ളി ക്യാൻ ബി ട്രീറ്റഡ് ആസ് ദ ഫസ്റ്റ് ആൻഡ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് പോർച്ചുഗീസ് ആൻഡ് ഗോത്തിക് സ്റ്റൈൽ ഓഫ് ആർട്ട് ഇൻ കേരള. കേരളത്തിലെ ക്ഷേത്രകല, ആരാധനാലയ കലകളിൽ ഗോത്തിക് ആർട്ടും അതുപോലെ പോർച്ചുഗീസ് കലയും കൂടെ ചേർന്ന് വരുന്നതാണ്. പോർച്ചുഗീസിൻ്റെ ആയിട്ട് പ്രത്യേകിച്ചില്ല, ഞാൻ പറഞ്ഞുതരാം, അത് ഓർക്കുക. അതുപോലെ തൃശ്ശൂര് സെയിന്റ് ഫ്രാൻസിസ് ചർച്ച്, കൊച്ചിയിലെ സെയിന്റ് ഫ്രാൻസിസ്, all these are the examples of Indo-European art development and mixing formed in Kerala. ഡച്ച് പാലസ്, അത് ആദ്യം പണിത് പോർച്ചുഗീസുകാരാണ്. ഇനി ബോൾഗാട്ടി പാലസ്, അതാര് പണിതാ? അത് ഡച്ചുകാർ പണിതത്, ബോൾഗാട്ടി പാലസ്. ആ പാലസ് ഇന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡിവിഷണൽ ഓഫീസാണ്. അതിന്റെ മുൻപിൽ നിന്നുകൊണ്ട് സൂര്യാസ്തമനം കണ്ടിട്ടാണ് വാൾട്ടർ മെൻഡസ് എന്ന സ്കാൻഡിനേവിയൻ ഫോട്ടോഗ്രാഫർ ആ സൂര്യാസ്തമനം കണ്ട് അന്തം വിട്ട് വിളിച്ചു പറഞ്ഞു, ഗോഡ്സ് ഓൺ കൺട്രി. ഇങ്ങനെയാണ് ഒഫീഷ്യലായിട്ട് ഗോഡ്സ് ഓൺ കൺട്രി കേരളത്തിന് കിട്ടുന്നത്. അത് പ്രചാരത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ആവേശം ഉണ്ടായി. അങ്ങനെ വേറെ ഒത്തിനും വിട്ടു കൊടുക്കണ്ടല്ലോ, നമ്മുടെ കൊച്ചിന് നമ്മൾ പേരുണ്ട്. അങ്ങനെ തിയറി വന്നു, പരശുരാമ ലെജൻഡ്. വൈ കേരള ഈസ് കാൾഡ് ഗോഡ്സ് ഓൺ കൺട്രി? ഇന്ന് അക്സെപ്റ്റഡ് വേർഷൻ ഏതാണ്? നമ്മുടെ പുരാണിക് വെർഷനാണ്. ഏതാണ്? ലെജൻഡ് ഓഫ് കേരള ഏതാ? ഏതാണ്ട് 8ഓളം തിയറി ഉണ്ട് കേരളം ഉണ്ടാവുന്നതിന്. പൊതുവിൽ അംഗീകരിച്ച തിയറി ഏതാ? പരശുരാമ ലെജൻഡാണ്. കുടുംബകലം ഉണ്ടായി, കോടാലി വലിച്ചെറിഞ്ഞു, അവിടെ ദേഹത്ത് കൊണ്ടില്ല അവർ കുനിഞ്ഞു, കടലിൽ ചെന്ന് വീണു.
അത്രയും ഭാഗം പതുക്കെ പൊങ്ങി വന്നു, അത് കേരളമായി മാറി. അത് ചേറും ചെളിയുമൊക്കെ ഉള്ളതായിരുന്നു. അങ്ങനെ അത് ചേരളമെന്ന് വിളിച്ചു. പിന്നെ അത് വന്ന് കേരളം എന്നായി. അതുപോലെ തന്നെ മലയുടെയും ആഴിയുടെയും ഇടയ്ക്കുള്ള സ്ഥലം മലയാഴി, മലയാളം, മലയാളി. These are the various names. അപ്പോൾ ആ ലെജൻഡറി ഹിസ്റ്ററി അനുസരിച്ച് പരശുരാമൻ ആരാ? ചുമ്മാ ഈ പെരിട്ട് കൊച്ചു പിള്ളേരുടെ ക്ലാസ്സിൽ പറയുന്ന പോലെ പറയാതെ KS-കാരാന്ന് ഓർക്കുക. 33 കോടി ദൈവങ്ങളുണ്ട് ഇന്ത്യയിൽ. ഈ ദൈവത്തിന്റെ പ്രത്യേകത പറ. നായന്മാരാരെങ്കിലും ഇതിനകത്തുണ്ടോ? ഇല്ല. ഉണ്ടേ പറ. That's it. വിഷ്ണുവിന്റെ അവതാരമാണ്. വിഷ്ണു ആരാ? വിഷ്ണു ഈസ് ദ സോഴ്സ് ഓഫ് സ്പിരിച്വാലിറ്റി. വിഷ്ണു വിചാരിച്ചാൽ പല അവതാരങ്ങൾ വരും. ദേവന്മാരാണല്ലേ? ദേവന്മാരെ പകരം അസുരനെ ഇഷ്ടപ്പെടുന്ന ഒരു സംസ്ഥാനത്തിന്റെ പേര് പറ. ഇന്ത്യയിലെ ഒരു സംസ്ഥാനം കേരള. എക്സാമ്പിൾ റിസീവിംഗ് മഹാബലി ഓർക്കണം. The only state in India which gives reverence to an asura is Kerala. That invitation ceremony is called Onam, which occurs in connection with what? In connection with the enjoyment, in connection with the plenitude, in connection with the harvest. അല്ലേ? ഓണം കൊയ്ത്തിന്റെ ഉത്സവമാണ്. അന്ന് മാത്രമേ പായസം കുടിച്ചിരുന്നുള്ളൂ, പുത്തരി പായസം. ഇന്ന് നമുക്ക് കുടിച്ച് പായസം ഒരു ഇഷ്ടമില്ലാതായി മാറി. അതുകൊണ്ട് ഓണവും ഇഷ്ടമില്ലാതായി മാറി. മറ്റേതല്ല. ഇറ്റ് വാസ് ഇറ്റ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇടയ്ക്കൊക്കെ ചോദ്യങ്ങൾ വരും. ഇപ്പൊ പരശുരാമ ലെജൻഡ് അനുസരിച്ച് കേരള ഈസ് ക്രിയേറ്റഡ് ബൈ പരശുരാമ, ദി അവതാർ ഓഫ് ലോർഡ് വിഷ്ണു. സോ കേരള ഈസ് ഗോഡ്സ് ഓൺ കൺട്രി. വാൾട്ടർ മെൻഡസ് എന്ന സ്കാൻഡിനേവിയൻ ജേർണലിസ്റ്റ് കം ഫോട്ടോഗ്രാഫർ, enthralled by the sunset in the Arabian Sea, standing along that Bolgati Palace, astonishingly declared a God's own country. രണ്ടു വേർഷൻ ഒന്ന് മനസ്സിലിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് പോർച്ചുഗീസ് അവര് ഇന്ത്യയിൽ ചവിട്ടുനാടകം എന്നൊരു പോളിസി കൊണ്ടുവന്നു. അപ്പൊ ചവിട്ടുനാടകം എന്താണ്? ചവിട്ടുനാടകം ഈസ് ദ പോർച്ചുഗീസ് വേർഷൻ കണക്റ്റഡ് ടു കഥകളി ഓഫ് കേരള. ആ ചോദ്യം മിക്കവാറും വരാം, പ്രതീക്ഷിക്കാം നമുക്ക്. ചവിട്ടുനാടകം ഈസ് ദ ആർട്ട് ഫോം ഓഫ് പോർച്ചുഗീസ് ടു പ്രൊപ്പഗേറ്റ് വാട്ട്? To propagate Latin Christianity in Kerala.